എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഓഫ് റിവ്യൂ മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളെ ഓർത്ത് അവരുടെ മനസ്സ് പിടയുന്നു എന്നുള്ളതാണ്. അവർ ആ രഹസ്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നു. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് 2 ഫയലുകളാണ് നൽകിയിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഫയൽ സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് നമുക്ക് ആദ്യം പോകാം. ഒന്നാമത്തെ ഈ ഫയൽ സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്കാണ് നാം ആദ്യം പോകുന്നത്. അവരുടെ മനസ്സ് പിടയുകയാണ്. ഒരുപാട് ചിന്തകൾ ആ മനസ്സിൽ വന്ന് പിടയുന്നു. ഒറ്റപ്പെട്ട രീതിയിൽ അവർ മനസ്സിൽ ദുഃഖം അനുഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ അവസ്ഥ അവരെ അത്രത്തോളം വിഷമിപ്പിക്കുകയാണ്. നിങ്ങളെ സഹായിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളൊരു കുറ്റബോധം അവരുടെ മനസ്സിലുണ്ട്. അവർക്ക് നിങ്ങളെ സഹായിക്കണമെന്നുണ്ട്, പക്ഷേ അവർക്ക് സ്വതന്ത്രമായിട്ട് ഒരു തീരുമാനം എടുക്കുവാനോ നിങ്ങളെ വന്ന് സഹായിക്കാനോ സാധിക്കുന്നില്ല. അവരുടെ മനസ്സ് നിങ്ങൾക്കൊപ്പമാണെങ്കിലും ഇന്നത്തെ സ്ഥിതിയിൽ നേരിട്ടിറങ്ങി നിങ്ങളെ സഹായിക്കാനുള്ളൊരു സാഹചര്യം അവർക്കില്ല. നിങ്ങൾക്ക് വേണ്ടി ആരും അറിയാതെ മനസ്സുരുകി പ്രാർത്ഥിക്കുന്നുണ്ട്. അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. അവരുടെ കൂടിയും ചില പ്രവൃത്തികൾ മൂലമാണല്ലോ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളെന്ന് ഓർമ്മിക്കുമ്പോൾ ആ വ്യക്തിക്ക് വലിയ വിഷമമുണ്ട്. ആ വ്യക്തിക്ക് കുറ്റബോധമുണ്ട്. ആ വ്യക്തിയും നിങ്ങളുടെ വിഷമത്തിന് കാരണമായോ അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ അത്തരം ഒരു വിഷമം ഉണ്ടായിട്ട് ആ വ്യക്തിക്ക് തടയാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള കുറ്റബോധമുണ്ട്. നിങ്ങൾ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നതിൻ്റെ അളവ് കൂടുതൽ വർദ്ധിക്കും. കാരണം നിങ്ങളുടെ ഈ അവസ്ഥയിൽ ആ വ്യക്തിയുടെ മനസ്സ് പിടയുകയാണ്. നിങ്ങളെ ഓർത്ത് മാത്രമാണ് ഇപ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്നത്, സംസാരിക്കുന്നത്. നിങ്ങളല്ലാതെ മറ്റൊരാളെക്കുറിച്ച് ചിന്തിക്കാനോ സംസാരിക്കാനോ ഒന്നും ആ വ്യക്തിക്ക് ഇഷ്ടമില്ല. ആ വ്യക്തിക്ക് നിങ്ങളോടുണ്ടായ ഇഷ്ടം അധികരിച്ചിരിക്കുകയാണ്. ഈയൊരു പ്രതിസന്ധി നിങ്ങൾക്കുണ്ടായപ്പോൾ നിങ്ങളുടെ ശത്രുക്കൾ ഒരുപാട് സന്തോഷിച്ച്, നിങ്ങൾ പ്രതിസന്ധിയിലായല്ലോ, ഇനി നിങ്ങൾക്കൊരു മുന്നേറ്റം ഇല്ലല്ലോ, നിങ്ങൾ വല്ലാതെ പ്രതിസന്ധിയിൽ അകപ്പെടുന്നുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ പോകുന്നത്. തീർച്ചയായിട്ടും കാര്യങ്ങളുടെ കിടപ്പ് അങ്ങനെയല്ല. ആ വ്യക്തി കൃത്യമായ ഒരു മുന്നേറ്റത്തോടെ, കൃത്യമായൊരു ജീവിത രീതിയോടെ മുന്നോട്ട് പോവുകയാണ്. ഒരു പ്രതിസന്ധിയും ആ വ്യക്തിയെ തടയുന്നില്ല. ഒരു പ്രതിസന്ധിയിലും ആ വ്യക്തിയും തകരുന്നില്ല. കാരണം നിങ്ങളുടെ ഈ അവസ്ഥ ഓർത്ത് ദുഃഖിക്കുമ്പോൾ നിങ്ങൾക്ക് നാളെ എങ്ങനെ രക്ഷ നൽകാം, നിങ്ങളെ എങ്ങനെ രക്ഷിക്കാൻ കഴിയുമെന്നതിനെക്കുറിച്ച് ആ വ്യക്തി ഗഗനമായി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ളൊരു വഴിയുമായിട്ട് ആ വ്യക്തി ഉടൻ നിങ്ങളിലേക്ക് എത്തും. ആ രഹസ്യം നിങ്ങളോട് പറയുകയും ചെയ്യും. ആയിട്ട് നമുക്ക് രണ്ടാമത്തെ ജി എന്ന ഫയൽ സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. ആ വ്യക്തിക്ക് നിങ്ങളെ ഓർത്ത് ഒരുപാട് വിഷമമുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളോട് ചെറിയ ദേഷ്യമുണ്ട്. കാരണം നിങ്ങളോട് ആ വ്യക്തി പലകുറി പറഞ്ഞിരുന്നു ചില കാര്യങ്ങളിൽ മാറ്റം വേണമെന്ന്. നിങ്ങൾ വിശ്വസിച്ചിരുന്ന ചില ആളുകൾ നിങ്ങളെ വഞ്ചിക്കുമെന്നും ചതിക്കുമെന്നും ഒക്കെ ആ വ്യക്തി നിങ്ങളെ അറിയിച്ചിരുന്നു, നിങ്ങളോട് പറഞ്ഞിരുന്നു. പക്ഷെ നിങ്ങൾക്കതൊന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല, നിങ്ങൾക്കതൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. നിങ്ങളെല്ലാവരെയും വിശ്വസിച്ചു, നിങ്ങളെല്ലാവരെയും ഉൾക്കൊണ്ടു. പക്ഷെ അവരിൽ പലരും നിങ്ങളോട് സ്നേഹമുള്ളവരായിരുന്നില്ല. മാത്രമല്ല അതേക്കുറിച്ച് നിങ്ങളോട് പറയുവാനായിട്ട് നിങ്ങളുടെ വ്യക്തി പല സമയത്ത് കൂടുതൽ പറയുവാനായിട്ട് തുനിഞ്ഞതാണ്. പക്ഷേ അന്ന് നിങ്ങളതെങ്ങനെ എടുക്കുമെന്നറിയാത്തത് കൊണ്ട് അതേക്കുറിച്ചൊന്നും പറഞ്ഞില്ല. പക്ഷെ ഇപ്പോൾ ആ വ്യക്തിക്ക് അവസരം കിട്ടിയിരിക്കുന്നു. നിങ്ങളോട് സ്നേഹവും ചിരിച്ചും പെരുമാറി നിങ്ങളെ വഞ്ചിച്ച ചിലരൊക്കെ ഉണ്ടായിരുന്നു. അവർ നടത്തിയ പ്രവർത്തനങ്ങൾ, അവർ നടത്തിയ ഉദ്ദേശങ്ങൾ, അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ വിനയായി മാറി. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ, ഒരുപാട് പ്രശ്നങ്ങളിൽ അകപ്പെട്ട സമയത്ത് ആ വ്യക്തി തൻ്റെ ജീവിതത്തിൽ ഉള്ള ഒരുപാട് ദുഃഖങ്ങൾ നിങ്ങളോട് ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. ഓരോ ഘട്ടത്തിലും നിങ്ങൾ വഞ്ചിക്കപ്പെടുകയാണ് എന്ന് അറിയുമ്പോൾ, നിങ്ങൾക്ക് സൂചനകൾ നൽകിയിട്ടും നിങ്ങൾക്ക് മനസ്സിലാവാതെ പോയപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് വിഷമമുണ്ടായി. നിങ്ങളെ എങ്ങനെ
ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുമെന്നുള്ളൊരു ബുദ്ധിമുട്ട് ആ വ്യക്തിക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നിങ്ങൾ വല്ലാത്തൊരവസ്ഥയിലായിരിക്കുന്നു. ഇപ്പോൾ ആ വ്യക്തിക്ക് ഒരു കുറ്റബോധം എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ ആ വ്യക്തിക്ക് അറിയാവുന്നത് മുന്നേ കൂട്ടി നിങ്ങളോട് പറയാമായിരുന്നു. പക്ഷെ അപ്പോൾ അത് പറയാതിരുന്നത് നിങ്ങളുടെ സാഹചര്യം, നിങ്ങളുടെ ജീവിതത്തിലെ ചില നിർണായകമായ തീരുമാനങ്ങൾ അതുകൊണ്ടൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ ആ വ്യക്തിക്ക് കുറ്റബോധമുണ്ട്. കുറച്ചും കൂടി ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ വ്യക്തിക്ക് ഇതുപോലൊരു പ്രതിസന്ധി ഉണ്ടാകില്ല എന്നുള്ളൊരു ചിന്ത ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾ ദുഃഖിക്കാനില്ല, നിങ്ങൾ വിഷമിക്കാനില്ല. നമുക്ക് കൃത്യമായൊരു ധാരണയോടുകൂടി, കൃത്യമായൊരു മുന്നേറ്റത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയും. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ആ വ്യക്തി നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും. പ്രതിസന്ധി ഉള്ളതാണെങ്കിലും ആ പ്രതിസന്ധികൾ ഇല്ലാതാക്കാനുള്ള മറുമരുന്നുകളും മറുതന്ത്രങ്ങളും ആ വ്യക്തി നിങ്ങളോട് പറയും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്.